ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിന് പിന്നാലെ പി.പി. കിറ്റ് അഴിമതി ആരോപണവും ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് അംഗം വലിഞ്ഞുമുറുക്കിയിരിക്കുകയാണ് യു.ഡി.എഫ്. പൊറുതിമുട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ ശൈലജ ഒരുങ്ങിക്കഴിഞ്ഞു. വടകരയിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഇടത്തും ജയിച്ച എൽ.ഡി.എഫിനെ തളയ്ക്കാൻ ഷാഫിയും കൂട്ടരും മറുതന്ത്രം മെനയുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയാണ് യു.ഡി.എഫ്. കോവിഡ് കാലത്തെ പി.പി. കിറ്റ് ഇടപാടുകളുടെ പേരിൽ നടന്ന അഴിമതി ആരോപണങ്ങളിൽ അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്ക് പങ്കുണ്ടെന്ന വാൾ വീശിക്കൊണ്ടാണ് യു.ഡി.എഫ് ഏറ്റവും ഒടുവിൽ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് കെ ശൈലജ നടത്തിയ അതിധീരമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ എൽ.ഡി.എഫ് തള്ളിമറിക്കുമ്പോഴാണ് അക്കാലത്തുണ്ടായ അഴിമതി ആരോപണം കൂടി യു.ഡി.എഫ് വാരിവലിച്ചു പുറത്തിടുന്നത്. തനിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങളിൽ പൊറുതിമുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനൊരുങ്ങുകയാണ് വടകരയിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി കെ ശൈലജ. യാതൊരു തെളിവുമില്ലാതെയാണ് യു.ഡി.എഫ് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതെന്നാണ് ശൈലജയുടെ ആരോപണം. അതേസമയം പി.പി. കിറ്റുകളടക്കം അമിതവിലയിൽ വാങ്ങിയതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഉന്നയിച്ചതെന്ന് യു.ഡി.എഫ് നേതാക്കൾ പറയുന്നു. വടകരയിൽ പ്രചാരണം തുടങ്ങിയതു മുതൽ കെ ശൈലജയ്ക്കെതിരെ കോവിഡ് കാല പർച്ചേസ് സംബന്ധിച്ച ആരോപണങ്ങളും യു.ഡി.എഫ് ഉന്നയിക്കുന്നുണ്ട്. കോവിഡ് കള്ളിയെ കെട്ടുകെട്ടിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ റോഡ് ഷോകളിലും മറ്റും ഉന്നയിക്കുന്ന യു.ഡി.എഫ് പ്രവർത്തകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിന് വലിയ പ്രചാരവും നൽകുന്നു. ഒരു ഭാഗത്ത് കോവിഡ് ഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് കെ ശൈലജ വോട്ട് അഭ്യർത്ഥിക്കുമ്പോഴാണ് യു.ഡി.എഫിൻ്റെ ഈ പ്രതിരോധം. പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ജീവൻ രക്ഷിക്കാനായി നടത്തിയ ഇടപെടലിനെ കൊള്ളയായി ചിത്രീകരിച്ച നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമെന്ന് ശൈലജ വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നറിയിപ്പ് നൽകിയിട്ടും യു.ഡി.എഫ് നിലപാട് മാറ്റാത്ത സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതെന്ന് കെ ശൈലജ പ്രതികരിച്ചു. അതേസമയം വസ്തുതകൾ മുൻനിർത്തിയുള്ള വിമർശനങ്ങൾ മാത്രമാണ് ഉന്നയിച്ചതെന്നാണ് വടകരയിലെ യു.ഡി.എഫ് നേതൃത്വത്തിൻ്റെ വിശദീകരണം. വടകരയിൽ യു.ഡി.എഫ് ഉയർത്തുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് കോവിഡ് അഴിമതിയാണെന്നതിൽ സംശയം വേണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പ്രചരണം പോയിട്ടില്ലെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ മകൻ്റെ വിവാഹവേളയിൽ കണ്ടുമുട്ടിയ ശൈലജയും ഷാഫിയും സൗഹൃദം പങ്കുവച്ചായിരുന്നു മടങ്ങിയത്. പിന്നാലെയാണ് കോവിഡ് കാല ഇടപാടുകൾ സംബന്ധിച്ചുള്ള ആരോപണം യു.ഡി.എഫ് ശക്തമാക്കിയത്. രക്തസാക്ഷികളുടെ മണ്ണായ ഓഞ്ചിയം ഉൾപ്പെടെയുള്ള വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. വടകര സോഷ്യലിസ്റ്റുകൾക്കു കൂടി ഏറെ സ്വാധീനമുള്ള സ്ഥലമാണ്. പതിറ്റാണ്ടു മുമ്പ് CPM-ൽ നിന്നും കോൺഗ്രസ് പിടിച്ചെടുത്ത മണ്ഡലം തിരികെ പിടിക്കുന്നതിന് ഗംഭീര പ്രയത്നത്തിലാണ് ഇടതുമുന്നണി. അതുകൊണ്ടു തന്നെയാണ് ഏറെ ജനപ്രിയയായ മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജയെ തന്നെ പാർട്ടി കളത്തിലിറക്കിയത്. കോൺഗ്രസിലെ യുവതാരമായ പാലക്കാട് എം.എൽ.എ ഷാഫി പറമ്പിലിനെയാണ് മണ്ഡലം നിലനിർത്തുന്നതിനായി യു.ഡി.എഫ് രംഗത്തിറക്കിയത്. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയാണ് NDA സ്ഥാനാർത്ഥി. വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6ഇടത്തും എൽ.ഡി.എഫ് ആണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. വടകരയിൽ മാത്രമാണ് യു.ഡി.എഫ് പിന്തുണയോടെ മത്സരിച്ച RMP നേതാവ് കെ രമ വിജയിച്ചത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ അക്രമ രാഷ്ട്രീയവും തന്നെയാണ് ഇക്കുറിയും CPM-നെ പ്രതിരോധത്തിലാക്കാൻ യു.ഡി.എഫ് വജ്രായുധമായി ഉപയോഗിക്കുന്നത്. ടി.പിയുടെ ചോര വീണ മണ്ണിൽ ഒരു ദശാബ്ദം പിന്നിട്ടിട്ടും CPM-ന് ഇതിനെ പ്രതിരോധിക്കാനായിട്ടില്ല. ടി.പി വധക്കേസിൽ വിചാരണ കോടതി വിട്ടയച്ച 2 CPM നേതാക്കളെ ഈയിടെ ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതും യു.ഡി.എഫ് പ്രചാരണ വിഷയമാക്കുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുന്നണികൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു.ഡി.എഫ് നടത്തുന്നത്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാടിളക്കിയുള്ള പ്രചരണം തങ്ങൾക്ക് ഗുണകരമാവുമെന്ന പ്രതീക്ഷയിലാണ് എൽ.ഡി.എഫ് ക്യാമ്പ്. മാരക പകർച്ചവ്യാധിയായ നിപ്പ, കോവിഡ് പടർന്നുപിടിച്ചു കേരളം അരക്ഷിതാവസ്ഥയിലായ കാലയളവിൽ ആരോഗ്യമന്ത്രിയായ കെ ശൈലജയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിരോധവും അതിന് അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് വരെ ലഭിച്ച അംഗീകാരവും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയും എൽ.ഡി.എഫിനുണ്ട്. മുൻ KPCC അധ്യക്ഷൻ കെ മുരളീധരൻ്റെ മാസ് എൻട്രിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയെ ഇളക്കിമറിച്ചത്.
വട്ടിയൂർക്കാവിൽ MLA ആയിരിക്കെയാണ് മുരളി അന്ന് വടകരയിൽ പോരിനിറങ്ങിയത്. രാഹുൽ തരംഗത്തിൽ CPMലെ P. ജയരാജനെ 1,00,000-ലേറെ വോട്ടുകൾക്ക് മലർത്തിയടിച്ചുവെന്ന് മുരളീധരൻ വെന്നിക്കൊടി പാറിക്കുകയും ചെയ്തു. എന്നാൽ അന്നു വന്ന അതേ രീതിയിൽ മുരളി വടകരയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോയപ്പോൾ UDF ക്യാമ്പുകൾ മ്ലാനമായിരുന്നുവെങ്കിലും ഷാഫിയുടെ മാസ് എൻട്രി പൂർവാധികം ശക്തിയോടെ ഉയർന്നെഴുന്നേറ്റിരിക്കുകയാണ്. കൂടാതെ UAEയിലും ഖത്തർ എന്നിവിടങ്ങളിലും ഷാഫിക്കുള്ള സ്വീകരണം വിജയപ്രതീക്ഷ ഉറപ്പിക്കുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ KK ശൈലജ അതിവേഗം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയെങ്കിലും വൈകിയിറങ്ങിയ ഷാഫി പ്രചരണത്തിൽ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി VK സജീവൻ 80,128 വോട്ട് നേടിയ വടകരയിൽ ഇക്കുറി 1,00,000-ന് മുകളിലായി ഉയർത്തുകയെന്നതാണ് രഘു കൃഷ്ണയുടെ ദൗത്യം.